158 ബോഡി പാർട്സും 30 പൂർണ്ണമായിട്ടുള്ള മൃതശരീരങ്ങളുമാണ് ഇന്ന് ബാക്കിയുള്ളത്. അതിൽ 30 മൃതശരീരങ്ങൾ ഇപ്പോൾ മറവ് ചെയ്ത് കഴിഞ്ഞു, ബറീഡായി കഴിഞ്ഞു. ഇനിയുള്ള 158 ബോഡി പാർട്സിൽ 96 ബോഡികളുടെ പാർട്സ് തയ്യാറായി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഓരോ ഘട്ടമായി കൊടുത്തു വിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായൊരു പ്രശ്നം, നമ്മൾ ഈ 64 സെൻറ്റ് ഭൂമി എടുത്തപ്പോൾ ഒരു സെൻറ്റിൽ 7 കുഴി വീതം കുഴിക്കാം എന്നൊരു കണക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇന്നലെ ഇപ്പോൾ നമ്മൾ കണ്ട സംസ്കാരം നടന്നിട്ടുള്ള സ്ഥലത്ത് ആ കുഴികൾ എടുത്തു കഴിഞ്ഞ് അതിൻ്റെ പന്തലിൻ്റെ പുറകിൽ മീഡിയാസൊക്കെ നിന്നിരുന്ന സ്ഥലം എടുക്കാൻ നോക്കിയപ്പോൾ അത് കുഴിച്ചു നോക്കുമ്പോൾ അടിയിൽ കല്ലും അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള വസ്തുക്കളുമാണ്. അപ്പോൾ ഈ 64 സെൻറ്റിൽ ഇപ്പോൾ വന്നിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ബോഡികൾ പൂർണ്ണമായിട്ടും അവിടെ ബറി ചെയ്യുക സാധ്യമല്ലാത്ത ഒരു ഘട്ടം വന്നു. അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് ഒരു 50 സെൻറ്റ് സ്ഥലം കൂടി DDMAയുടെ ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കളക്ടർ ഉത്തരവാക്കി ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ 158 ബോഡി പാർട്സിൽ 90 ബോഡി പാർട്സും ഇപ്പോൾ നമുക്ക് അയക്കാൻ മറവ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ശ്രമിക്കുന്നത് ഈ 50 സെൻറ്റ് സ്ഥലം കൂടി നടപ്പിൽ വരുത്തി അത് പൂർണ്ണമായിട്ടും ഇന്ന് തന്നെ പൂർത്തീകരിക്കണം എന്നാണ്. അതിൻ്റെ സമയക്രമം അനുസരിച്ച് ആ കാര്യങ്ങൾ നിർവഹിക്കും. അതിനുവേണ്ടി മാത്രമായി ഒരു നോഡൽ ഓഫീസറെയും IAS നോഡൽ ഓഫീസറെയും അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി അന്ത്യോപചാരം അർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ സംഘടനാ പ്രവർത്തന അനിവാര്യത വന്നിട്ടുള്ള ഒന്നായിരുന്നു. അത് വളരെ നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ തിരക്കുകൾക്കിടയിൽ, വലിയ ഉദ്യോഗസ്ഥ തിരക്കുകൾക്കിടയിൽ സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് കുറച്ച് ആശ്വാസം നിറഞ്ഞ കാര്യമാണ്.